ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസപൂർവ്വം ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച വിരുന്നുമായി ഞങ്ങൾ ഷാലോം പ്രേക്ഷകർക്ക് മുമ്പിൽ ഇതാ എത്തുന്നു. WYD 2019 പാനമ കാഴ്ചയും കാഴ്ചപ്പാടുകളും. ലോക യുവജന സംഗമത്തിലെ അനുഗ്രഹ നിമിഷങ്ങളിലൂടെ അതിൽ പങ്കെടുത്തവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വേൾഡ് യൂത്ത് ഡേയും പോലെ തന്നെ ഈ വേൾഡ് യൂത്ത് ഡേയിലും ഒരു തീം ഉണ്ടായിരുന്നു. ഹിയർ ഐ ആം ദ സെർവന്റ് ഓഫ് ദ ലോർഡ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുകയും വിവിധ വേഷങ്ങൾ ധരിക്കുകയും വിവിധ വർണ്ണങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ യുവജനങ്ങൾ ഒരേ മനസ്സായി ഒരേ ആത്മാവായി യേശു ക്രിസ്തുവിന് ജയ് വിളിക്കുന്നത് ഈ ലോക യുവജന സംഗമത്തിലാണ്. ഈ ലോക യുവജന സംഗമം ആരംഭിക്കുന്നത് തന്നെ 1985-ലാണ്. ആ ചരിത്ര വഴികളിലൂടെ യുവജനങ്ങളെ ഊർജ്ജസ്വലരും തൻ്റെ സുവിശേഷവൽക്കരണ യജ്ഞത്തിൽ പങ്കാളികളുമാക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഗമം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് ആരംഭം കുറിക്കുന്നത്. 1986 ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കാൻ പ്രഘോഷിച്ചുകൊണ്ട് റോമിലാണ് ആദ്യ വേൾഡ് യൂത്ത് ഡേക്ക് തിരിതെളിയുന്നത്. 1987 അർജന്റീനയിലെ വേൾഡ് യൂത്ത് ഡേയിൽ യുവജനങ്ങൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു. 1989 സ്പെയിനിലെ സാന്റിയാഗോ കസോസ്റ്റേലയിൽ ഒത്തുകൂടിയ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. 1991 ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകരണത്തിൻ്റെ ആത്മാവിനെയാണ് ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന സന്ദേശവുമായി വേൾഡ് യൂത്ത് ഡേ പോളണ്ടിലാണ് അരങ്ങേറിയത്. 1993 ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയാണ് എന്ന തിരുവചനത്തെ ഉയർത്തിപ്പിടിച്ച് തടിച്ചുകൂടിയ യുവജനങ്ങൾക്ക് മുമ്പിൽ 5ാം ലോക യുവജന സമ്മേളനം പാപ്പ USA-യിൽ ഉദ്ഘാടനം ചെയ്തു. 1995 പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യോഹന്നാൻ 20:21 സന്ദേശം ഉൾക്കൊണ്ട് ഫിലിപ്പീൻസിലെ മനിലയിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒത്തുകൂടി. 1997 ഫ്രാൻസിലെ പാരീസിൽ വന്ന് കാണുക എന്ന ഗുരു സന്ദേശത്തെ ഹൃദയത്തിൽ വഹിച്ച് 7ാം വേൾഡ് യൂത്ത് ഡേ യുവജനങ്ങൾ ആഘോഷമാക്കി. 2000 വീണ്ടും ഇറ്റലിയിലെ റോമിൽ
വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഏകജാതന് മഹത്വം നൽകാൻ വേൾഡ് യൂത്ത് ഡേയുടെ ഭാഗമായി യുവജനങ്ങൾ ഒത്തുചേർന്നു. 2002 ലോകത്തിൻ്റെ വെളിച്ചമാകാൻ, ഭൂമിയുടെ ഉപ്പാകാൻ, നിറവേഷഭാഷകളുടെ വ്യത്യാസം മറന്ന് കാനഡയിലെ ടൊറോണിൽ ലോക യുവജനങ്ങൾ ഒന്നിച്ചു. 2005 ജർമ്മനിയിലെ കൊളോണിൽ 10ാം ലോക യുവജന സമ്മേളനത്തിൽ ആരാധനയ്ക്ക് യോഗ്യനെ ഒന്നുചേർന്ന് യുവജനങ്ങൾ സ്തുതിച്ചു വാഴ്ത്തിപ്പാടി. 2008 ഓസ്ട്രേലിയയിലെ സിഡ്നിയാണ് ക്രിസ്തു സാക്ഷിയാകാൻ 11ാം ലോക യുവജന സമ്മേളനം അരങ്ങേറിയത്. 2011 ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാൻ സ്പെയിനിൽ നടന്ന വേൾഡ് യൂത്ത് ഡേയിലൂടെ യുവജനങ്ങൾ പരിശീലിച്ചു. 2013 ബ്രസീൽ റിയോ ഡി ജനീറോയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ സകല മനുഷ്യരിലേക്കും ദൈവവചനം എത്തിക്കുക എന്ന സന്ദേശമാണ് ഉൾക്കൊണ്ടിരുന്നത്. 2016 വേൾഡ് യൂത്ത് ഡേ ആഘോഷിച്ചത് പോളണ്ടിലെ ക്രാക്കോവിലാണ്. കത്തോലിക്ക സഭ നേതൃത്വം നൽകുന്ന ലോക യുവജന സമ്മേളനം ഇന്ന് 2019 എത്തി നിൽക്കുന്നു. Sarà nel 2019 a Panama. ക്രിസ്തുവിനെ യുവജനങ്ങൾക്ക് നൽകാൻ, തിരുവചനത്താൽ നിറയ്ക്കാൻ ആത്മീയ പഠന ക്ലാസുകൾ നയിക്കുന്നത് കർദിനാളുമാരാണ്. അനുതാപത്തിനും അനുരഞ്ജനത്തിനുമായി കുമ്പസാരിപ്പിക്കാൻ അനേകം വൈദികർ. ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ സെമിനാറുകൾ, അനവധി ലോകോത്തര മ്യൂസിക് ബാൻഡുകളുടെ സംഗീത വിരുന്നുകൾ, സ്തുതി ആരാധനകൾ, വലിയ സമൂഹ ബലികൾ, 3 വർഷത്തിലൊരിക്കൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഹാസമ്മേളനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 155 പരം രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിലേറ്റി പോളണ്ടിലെ ക്രാക്കോവിൽ നിന്ന് പടിയിറങ്ങിയ യുവജനങ്ങൾ 3 വർഷത്തിന് ശേഷം സെൻട്രൽ അമേരിക്കയിലെ പാനമ സിറ്റിയിലാണ് വീണ്ടും ഒരുമിച്ച് കൂടിയത്. അവിടെ കടന്നുവന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചത് പാനമ നിവാസികളുടെ സ്നേഹം നിറഞ്ഞ ആതിഥേയത്വമായിരുന്നു. പനാമ മധ്യ അമേരിക്കയിലെ ഏറ്റവും തെക്കുഭാഗത്തുള്ള രാജ്യം. വടക്ക് തെക്ക് അമേരിക്കകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ രാജ്യമാണ്. കരീബിയൻ കടലിനും ശാന്തസമുദ്രത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പനാമയുടെ തലസ്ഥാനം പാനമ സിറ്റി. ഒരു അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രമാണ് ഈ രാജ്യം. മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെ ഏറ്റവും വലിയ വിജയമായ അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളെ കൂട്ടിയിണക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഗതാഗത മാർഗം, ലോകവിസ്മയമായ പനാമ കനാൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പനാമയിൽ 41 ലക്ഷം ജനങ്ങൾ വസിക്കുന്നു. സ്പാനിഷ് സംസാരിക്കുന്ന ജനതയിൽ 90% റോമൻ കത്തോലിക്കരാണ്. 2019 വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കാൻ പനാമയിലെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാൻ പനമേനിയൻ ജനത ഇതാ തയ്യാറായിരിക്കുന്നു.
ഏതൊരു ലോക യുവജന സംഗമത്തിൻ്റെയും ഏറ്റവും വലിയ ആകർഷണം എന്നുള്ളത് യേശു ക്രിസ്തു തന്നെയാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആകർഷണം മാർപ്പാപ്പ തന്നെയാണ്. ടോക്യുമെൻ എയർപോർട്ടിൽ പോപ്പ് ഫ്രാൻസിസ് വന്ന് ഇറങ്ങിയപ്പോൾ ആവേശം അണപൊട്ടിയത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന ലൂക്കാസ് വിശേഷത്തിലെ തിരുവചനങ്ങൾ സന്ദേശമാക്കി പനാമയിൽ എത്തിച്ചേർന്ന കോടിക്കണക്കിന് യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട പാപ്പ പോപ്പ് ഫ്രാൻസിസ് പ്രാദേശിക സമയം വൈകിട്ട് 4:30 പനാമ സിറ്റി എയർപോർട്ടിൽ വന്നിറങ്ങി. നിറഞ്ഞ ആദരവോടെ പനാമൻ പ്രസിഡന്റ് വരേല പത്നി ലൊറേന പാപ്പയെ സ്വീകരിച്ചു. പരമ്പരാഗത വസ്ത്രം ധരിച്ച കുഞ്ഞുങ്ങൾ പാപ്പയ്ക്ക് പൂക്കൾ സമ്മാനിച്ചു. പനാമ എന്ന മധ്യ അമേരിക്കൻ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തുള്ള 10,000-കണക്കിന് ആളുകൾ പരിശുദ്ധ പിതാവിനെ ഒരു നോക്ക് കാണാൻ, അനുഗ്രഹ നിമിഷങ്ങൾക്ക് സാക്ഷികളാകാൻ ടോക്കോമൻ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരുന്നു. പത്രോസിൻ്റെ പിൻഗാമിയായ പാപ്പ ഫ്രാൻസിസ് വർണ്ണാഭമായ സ്വീകരണ ചടങ്ങിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും കുട്ടികളെ വാത്സല്യത്തോടെ തലോടുകയും ചെയ്തു. ജനങ്ങൾ കരഘോഷത്തോടെ പാപ്പയെ സ്വീകരിച്ചു. എല്ലാ വേൾഡ് യൂത്ത് ഡേയിലെയും ഒഴിച്ചുകൂടാനാവാത്ത ആത്മീയ അനുഭവമാണ് മാർപ്പാപ്പയോടൊപ്പമുള്ള കുരിശിൻ്റെ വഴി. ആ കുരിശിൻ്റെ വഴിയിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന യുവജനങ്ങളുടെ മുഖത്ത് പ്രസരിക്കുന്ന ആത്മീയ ആനന്ദം ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. ആദ്യ ലോക യുവജന ദിനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വത്തിക്കാനിൽ വെച്ചേൽപ്പിച്ച മരക്കുരിശുമായി മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയുടെ ദേശീയ മധ്യസ്ഥ അന്ത്യോക്യോ കന്യകാനാഥയുടെ നാമത്തിലുള്ള സിന്തോ കോസ്തേര കായൽ തീരമുനമ്പിൽ ഒരുക്കപ്പെട്ട ഈ വേദിയിൽ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം യുവജനങ്ങൾ ഭക്തി നിർഭരമായ കുരിശിന്റെ വഴി അനുഷ്ഠിച്ചു. ലോക ജനതയുടെ സമാധാനം, അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ, അവരുടെ ജീവിത പ്രത്യാശ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അഴിമതി, ഭ്രൂണഹത്യ, ഭീകരപ്രവർത്തനങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങൾ കാൽവരി യാത്രയുടെ 14 കാലങ്ങളിൽ യുവജനങ്ങൾ ധ്യാന വിഷയമാക്കി. രക്ഷകനായ ഈശോയെ, അങ്ങേ കുരിശിനെ ഞങ്ങൾ കുമ്പിട്ട് വണങ്ങുന്നുവെന്ന ആലാപനത്തിൻ്റെ മൃദുതാളത്തിൽ മാലാഖമാരെ പ്രതിനിധാനം ചെയ്ത ശുഭവസ്ത്രധാരികളായ യുവതീ യുവാക്കളുടെ ലളിതമായ ചുവടുവെപ്പുകൾ ഭക്തി നിർഭരമായി. പാപ്പയുടെ അപ്പോസ്തോലിക ആശീർവാദത്തോടെയാണ് കുരിശിന്റെ വഴി സമാപിച്ചത്. ലോക യുവജന സംഗമത്തിനെ വൈബ്രൻ്റ് ആക്കി മാറ്റുന്നത് അവിടെ കടന്നു വരുന്ന മ്യൂസിക് ബാൻഡുകളാണ്. ഈ മ്യൂസിക് ബാൻഡുകളിൽ പാടുന്ന പാട്ടുകളിലൂടെ ഓരോ യുവാവും യുവതിയും പുതിയ ആത്മീയ ഉണർവിലേക്ക് നയിക്കപ്പെടുന്നു. ഇന്ത്യയിൽ നിന്ന് 4 മ്യൂസിക് ബാൻഡുകൾ ഈ ലോക യുവജന സംഗമത്തിൻ്റെ ഭാഗമായിരുന്നു. ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ്, വോക്സ് ക്രിസ്തി, മാസ്റ്റർ പ്ലാൻ ആൻഡ് ഇൻസൈഡ് ഔട്ട്. മാർപ്പാപ്പ സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് സ്റ്റേജിൽ പാടാനായിട്ട് അവസരം ലഭിച്ചത് മാസ്റ്റർ പ്ലാൻ എന്ന ബാൻഡിനാണ്. Master Plan! Bienvenido, Papa Francisco! Welcome, Pope Francisco! Here I am, the servant of the Lord. Speak your word in me and let your will be done. Here I am, the servant of the Lord. Speak your word in me and let your will be done. Your chosen ones we are, sent out to do your will. Your sons and daughters.
മാർപ്പാപ്പയോടൊപ്പമുള്ള നൈറ്റ് വിജിൽ വേൾഡ് യൂത്ത് ഡേയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ്. യുവജനങ്ങൾ ഒരു വലിയ ഫീൽഡിൽ മുട്ടുകുത്തി നിശബ്ദരായി യേശു ക്രിസ്തുവിനെ ധ്യാനിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ സഭയ്ക്ക് വലിയ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. പനാമ ലോക യുവജന സമ്മേളനത്തിൻ്റെ പ്രധാന വേദികളിലൊന്നായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ നാമത്തിലുള്ള മെട്രോ പാർക്കിൽ വൈകുന്നേരം 6:30 ആരംഭിച്ച യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഫ്രാൻസിസ് പാപ്പ നേതൃത്വം നൽകി. അപ്പത്തിൻ്റെ രൂപത്തിൽ ലോക യുവജന വേദിയിൽ എഴുന്നള്ളിയ യേശുനാഥനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്ന യുവജനങ്ങൾ ജാഗരണ പ്രാർത്ഥനയെ അക്ഷരാർത്ഥത്തിൽ ആത്മീയ ഉത്സവമാക്കി മാറ്റി. നൈറ്റ് വിജിലിന് ശേഷം ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ മധ്യത്തിലൂടെ ഫാത്തിമ മാതാവിൻ്റെ രൂപവും പേറി ആവേ മരിയ പാടി നീങ്ങുന്ന യുവജനങ്ങളെ കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ മരിയ ഭക്തിയുടെ വലിയ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവും. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ നാമത്തിലുള്ള മെട്രോ പാർക്കിൽ ഫാത്തിമയിൽ നിന്നും കൊണ്ടുവന്ന മാതാവിൻ്റെ രൂപമേന്തിയ പ്രദക്ഷിണം വളരെ വികാരപരവും ഭക്തി നിർഭരവുമായിരുന്നു. പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിൽ ജപമാല കൈകളിലേന്തി ആവേ മരിയ ഗാനം ആലപിച്ചുകൊണ്ട് യുവജനങ്ങൾ ആ പ്രദക്ഷിണത്തിൽ നിത്യകന്യകയായ ദൈവമാതാവിനെ വണങ്ങി. ലോക യുവജന സംഗമത്തിലെ ഏറ്റവും വലിയ ആത്മീയ ശുശ്രൂഷകളിലൊന്നാണ് അവിടെ നടക്കുന്ന കുമ്പസാരങ്ങൾ. ആയിരക്കണക്കിന് വൈദികർ 5 ദിവസമായി നിരനിരന്ന് ലക്ഷക്കണക്കിന് യുവജനങ്ങളെ കുമ്പസാരിപ്പിച്ചതിനു ശേഷം കണ്ണീരണിഞ്ഞ് പാപമോചനം സ്വീകരിച്ച സന്തോഷത്തിൽ നടന്നു നീങ്ങുന്ന യുവജനങ്ങൾ ലോക യുവജന സംഗമത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. 2019 ലോക യുവജന സംഗമത്തിൻ്റെ ഏറ്റവും വലിയ വ്യത്യസ്തതകളിൽ ഒന്നാണ് പനമേനിയൻ ജയിലുകളിലെ കുറ്റവാളികൾ നിർമ്മിച്ച 250-ൽ പരം കുമ്പസാരക്കൂടുകൾ. മനുഷ്യവർഗത്തോടുള്ള തൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും പ്രകടമാക്കുന്നതിനു വേണ്ടി ദൈവം സ്ഥാപിച്ച ഏറ്റവും മനോഹരമായ കുമ്പസാരമെന്ന കൂദാശ. അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഏകമാർഗമെന്ന തിരിച്ചറിവിൽ പാപമോചനത്തിനായി കടന്നു വന്ന യുവജനങ്ങൾ പാപക്ഷമയുടെ ഈ തോട്ടത്തിൽ നിന്നും കൃപാവരങ്ങളാൽ നിറഞ്ഞ പുതുസൃഷ്ടികളായി തീർന്നു. പനാമയിലെ 2019 വേൾഡ് യൂത്ത് ഡേയിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്നെ ഏറ്റവും അധികം ആവേശം കൊള്ളിച്ചത് ഈ ഒരു സ്ഥലമാണ്. കാരണം നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്ന, നമ്മളെല്ലാവരും ഭയക്കുന്ന, നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ദൈവവിളികൾ കുറയുന്നു, ദൈവവിളികൾ ഇല്ലാതാകുന്നു എന്ന് പറയുന്ന ആ ഒരു വലിയ ആശങ്കയ്ക്ക് വിരാമമിടുന്ന ഒരു ഏരിയയാണിത്. കാരണം ഒരുപാട് കോൺഗ്രിഗേഷൻസ്, 100 കണക്കിന് കോൺഗ്രിഗേഷൻസ് അവരുടെ ബൂത്തുകൾ തുറന്ന് അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ വൊക്കേഷനിൽ ചേർന്നാൽ എന്താണ് സംഭവിക്കുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നൊക്കെ യൂത്തിനോട് അവർ പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് ഞങ്ങളിവിടെ കണ്ടത്. എല്ലാ ബൂത്തുകളിലും
യുവജനങ്ങൾ ഇടിച്ചു കയറുന്ന, അത് യുവാക്കളും യുവതികളും അടങ്ങുന്ന യുവജനങ്ങൾ ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് ഞങ്ങളിവിടെ കണ്ടത്. വലിയ പ്രതീക്ഷയുടെ നാമ്പുകൾ എൻ്റെ ഹൃദയത്തിൽ മുട്ടിട്ടു. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും ദൈവവിളികൾ കൂടനെ കൂടനെ. അതിന് വലിയൊരു ഉത്തരമാണ് ഈ ഒരു ബൂത്ത്. We are meeting different people from different countries. Here we go with a team from India. Hi everyone, this is Sister Magdalene from the Congregations of Sisters of St. Joseph of Cluny. So this is my first World Youth Day and the experience is awesome. The world is not yet chaos because we have got so many young lovers of Jesus Christ. And I'm really happy to meet the Indians from the different corner of the world. So praise the Lord. What about you, brother? Yes, I'm Father Noah Slakra from India, from Northeast, from the Diocese of Dibrugarh. The experience that I have is awesome. Meeting the people, having cultural exchange, they are so loving, they are so caring and so much understanding. My message for them is that Jesus loves us, He loves every one of us and have brought from all over the world, we have come together as one family. So I'm indeed very happy and this is my message also, that we are from one family. Thank you. എൻ്റെ പേര് ജോമോൻ അച്ഛൻ. ഞാൻ ഹോളി ക്രോസ് സഭയിലെ ഒരു വൈദികനാണ്. 12 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ കോട്ടയം പാല സൈഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടുന്ന് തുടങ്ങിയ ഹോളി ക്രോസ് കോൺഗ്രിഗേഷനിൽ പിന്നെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു. എൻ്റെ പേര് ഫാദർ പിൻറ്റോ പോൾ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നത് ബോസ്റ്റണിലാണ്. ഹോളി ക്രോസ് ഫാമിലി മിനിസ്ട്രിയുടെ ഇൻ്റർനാഷണൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു വേൾഡ് യൂത്ത് ഡേയിൽ വരുന്നത്. ഐ എം സോ ഹാപ്പി ആൻഡ് ഒത്തിരി എനർജി ഉണ്ട്. ഞങ്ങളുടെ മെയിൻ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുക. ഒരുപക്ഷെ വേൾഡ് യൂത്ത് ഡേയുടെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷങ്ങളിലേക്കാണ് ഇവിടെ വരുന്ന ഓരോ യുവാവും യുവതിയും കടന്നു വരിക. ഞാനിപ്പോൾ ആയിരിക്കുക ഒമർ പാർക്ക് എന്ന ഈ ഒരു വെന്യൂവിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ്. അതായത് അഡോറേഷൻ ചാപ്പൽ. ഇവിടെയുള്ള ഒരുപാട് സൗഹൃദങ്ങളുമെല്ലാം പങ്കിട്ട് ഒത്തിരി ഡാൻസ് ചെയ്തും ഒത്തിരി പാട്ട് പാടിയും അവർ ഈ ഒരു അഡോറേഷൻ ചാപ്പലിലേക്ക് കടന്നു വന്ന് ആരാധന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ആ പീഠത്തിന് മുമ്പിൽ അവർ മുട്ടുകുത്തുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാനിപ്പോൾ കണ്ടു. ഇതേ സ്ഥലത്ത് തന്നെയാണ്, ഈ അഡോറേഷൻ ചാപ്പലിൽ തന്നെയാണ് പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന ഫാത്തിമ മാതാവിൻ്റെ ഒറിജിനൽ സ്റ്റാച്യു വെച്ചിരിക്കുക. കൊന്ത കയ്യിലെടുത്ത് തൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് റിക്വസ്റ്റ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുപാട് യുവാക്കളെയും യുവതികളെയും നമുക്കിവിടെ കണ്ടുമുട്ടാൻ പറ്റും. ഈ വേൾഡ് യൂത്ത് ഡേക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഷാലോം വേൾഡ് TVയെയാണ് ഈ വർഷത്തെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാജ്യങ്ങളിലേക്കുള്ള തത്സമയ സംപ്രേഷണം ഈ വേൾഡ് യൂത്ത് ഡേ ചെയ്തത് ഷാലോം വേൾഡ് TVയാണ്. നമുക്കേവർക്കും അതിൽ അഭിമാനിക്കാം. ഈ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണർഷിപ്പ് നമുക്ക് ലഭിക്കാനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ഷാലോം വേൾഡ് TVയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ജോസഫ് വർഗീസ്. വേൾഡ് യൂത്ത് ഡേയുടെ ഒഫീഷ്യൽ മീഡിയ പാർട്ണർ എന്നുള്ള ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചത് തീർച്ചയായും ഒരു ദൈവിക ഇടപെടൽ തന്നെയാണ്. ചെറിയ വർക്കുകൾക്ക് വേണ്ടി ആർച്ച് പാലമയമായി നമ്മൾ നടത്തിയ ചെറിയ ഡിസ്കഷൻസ് ആണ് വലിയ ഡിസ്കഷൻസ് ആയിട്ട് മാറുകയും വലിയൊരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കാനിടയാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പല ഡിസ്കഷൻസിലും ഇവരുമായി സംസാരിച്ചപ്പോൾ പക്ഷേ നമ്മളുടെ ഒരു സന്നദ്ധത ഷാലോം വേൾഡ് TVയുടെ സിൻസിയറായുള്ളൊരു കമ്മിറ്റ്മെൻറ്റിനെ അവർ ശ്രദ്ധിച്ചു. കാരണം ഈ ഒരു പ്രോഗ്രാം ആദ്യാവസാനം പ്രൊഡ്യൂസ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുവാൻ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ടെലികാസ്റ്റ് ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന സിൻസിയറായ സന്നദ്ധത കണ്ടപ്പോൾ അവർ അങ്ങനെ ഒരു ഓപ്പണിംഗ് നമുക്ക് തരികയും പ്രത്യേകിച്ച് ആർച്ച് ഡയസിസ് ഓഫ് പാനമയുടെ ബിഷപ്പ് മോൺസിഞ്ഞർ ഉജോയ നേരിട്ട് ഈ ഒരു റിക്വസ്റ്റ് നമ്മളുമായി സംസാരിക്കുകയും അങ്ങനെയാണ് ഒരു മീഡിയ പാർട്ണർ ലെവലിലേക്ക് നമ്മൾ വന്നത്. പ്രത്യേകിച്ച് അന്യഭാഷ സംസാരിക്കുന്ന രാജ്യത്ത് നമുക്ക് വേണ്ടി വോളണ്ടിയേഴ്സിനായി കർത്താവ് ഒരുക്കി തന്നു. നമുക്ക് വേണ്ട മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കി തന്നു. താമസ സൗകര്യങ്ങളും നമ്മുടെ ഒരു വലിയ ടീമിന്
വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ രാജ്യത്ത് ഒരുക്കി തന്നു. വളരെ മനോഹരമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുവാനും ടെലികാസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഈ വേൾഡ് യൂത്തിനെ കവർ ചെയ്യാനായി ഷാലോം വേൾഡ് ടിവിയുടെ കൂടെ ആങ്കറായി വന്ന ലോക്കൽ പേഴ്സൺ ഫ്രം പാനമ കാരോലിന വിവസിന്റെ വാക്കുകളിലേക്ക്. My name is Carolina Vivas. I am from Venezuela, and I just wanted to express my thanksgiving to God Almighty for allowing me to meet this beautiful ministry during World Youth Day in Panama and allowing me to serve Him through it. I pray that all of the efforts at Shalom World TV continue to be very fruitful for God's kingdom and for souls. Thank you so much, and may God bless you all. ലോക യുവജന സംഗമത്തിന് തിരശ്ശീല വീഴുന്നത് മാർപ്പാപ്പയുടെ ദിവ്യബലിയോടുകൂടിയാണ്. സമാപന സന്ദേശത്തിൽ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാവണം എന്ന് തീർത്ഥാടകരെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി. ആ സന്ദേശം ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് ഹിയർ ഐ ആം ദ സെർവൻറ്റ് ഓഫ് ദ ലോർഡ് എന്ന മനോഹരമായ തീം സോങ് അതിൻ്റെ പൂർണ്ണ അർത്ഥ സമ്പുഷ്ടിയോടുകൂടി പാടിക്കൊണ്ട് അവരവരുടെ രാജ്യങ്ങളിലേക്ക് അവർ തിരിച്ചു യാത്രയായി. അടുത്ത വേൾഡ് യൂത്തിലേക്ക് പോർച്ചുഗലിലെ ലിസ്ബണിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയാൽ. ലോക യുവജന സംഗമത്തിൻ്റെ സമാപന ദിനമായ 27-ന് പ്രധാന വേദിയായ മെട്രോ പാർക്കിൽ ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങൾക്കൊപ്പം സമൂഹ ബലിയർപ്പിക്കുകയും വചനചിന്തകൾ പങ്കുവെക്കുകയും ചെയ്തു. ദിവ്യബലിയുടെ അന്ത്യത്തിൽ അടുത്ത ലോക യുവജന സമ്മേളനത്തിൻ്റെ വേദി പ്രഖ്യാപിക്കപ്പെട്ടു. The next World Youth Day will take place. 2022 വേൾഡ് യൂത്ത് ഡേ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടത്താമെന്ന കർദിനാൾ കെവിൻ ജോസഫ് ഫറേലിൻ്റെ പ്രഖ്യാപനം വലിയ ഹർഷാരവത്തോടെയാണ് യുവജനങ്ങൾ വരവേറ്റത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനത്തിൻ്റെ സന്നദ്ധ സേവകരെ കൂടി കണ്ട് പരിശുദ്ധ പിതാവ് പനാമയിലെ അപ്പോസ്തോലിക യാത്രയുടെ സമാപനം കുറിച്ചു.